1 ലേഖനം 11 രണ്ടാമത്തെ വാക്യം. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. സഭയുടെ കെട്ടുപണിക്കായി അപ്പോസ്തലന്മാർ വഴി ദൈവം ഏൽപ്പിച്ചു തന്ന ഉപദേശങ്ങളെയും ആരാധനാക്രമങ്ങളെയും മായം ചേർക്കാതെ കൈക്കൊള്ളുന്നതിനെ വിശുദ്ധ പൗലോസ് അഭിനന്ദിക്കുന്നു. അപ്പോസ്തലിക ഉപദേശങ്ങളിൽ മാറ്റം വരുത്താതെ ചേർത്ത് പിടിക്കുന്നതാണ് സഭയുടെ അടിത്തറ എന്നതാണ് ഈ വാക്യത്തിന്റെ കാതലായ അർത്ഥം. ആവർത്തന പുസ്തകം 4 വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് നിങ്ങൾ ഒന്നും കൂട്ടരുത്, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കുകയും അരുത് എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. ദൈവിക പ്രമാണങ്ങളെ അതുപോലെ കാത്തു സൂക്ഷിക്കണം എന്ന കൽപ്പന പഴയ നിയമത്തിൽ ആവർത്തിച്ചു വരുന്ന ഒന്നാണ്. സമാഗമന കൂടാരമുണ്ടാക്കാൻ മോശയോട് പറഞ്ഞപ്പോൾ ദൈവം നൽകിയ കർശനമായ നിർദ്ദേശം പുറപ്പാട് 25 വാക്യത്തിൽ നാം കാണുന്നു. പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. ദൈവിക നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുന്നതിന്റെ പഴയ നിയമ മാതൃകയാണ് ഇത്. വിവേചനമില്ലാതെ മാനുഷിക ആചാരങ്ങൾ പാലിക്കുന്നതിനെ യേശു എതിർത്തുവെങ്കിലും ദൈവവചനത്തെ കൈവിടാതെ പ്രമാണിക്കുന്നതിനെ അവിടുന്ന് ആവശ്യപ്പെട്ടു. മർക്കോസ് 7 വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം പ്രമാണിക്കുന്നു എന്ന് പരീശന്മാരെ യേശു ശാസിച്ചു. യോഹന്നാൻ സുവിശേഷം 14 വാക്യത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്ന് അരുളി ചെയ്തുകൊണ്ട് ദൈവിക പ്രമാണങ്ങളോടുള്ള പൂർണ്ണ വിശ്വസ്തത യേശു ആവശ്യപ്പെട്ടു. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വാക്യം ഇവിടെ ഇപ്രകാരം എഴുതുവാൻ കാരണം 11 ആരാധനാ ക്രമങ്ങളെക്കുറിച്ചും കടുത്ത തിരുത്തലുകൾ നൽകുന്നതിന് മുൻപായി വിശുദ്ധ പൗലോസ് കൊരിന്ത്യരെ പ്രശംസിക്കുകയാണ്. സഭയിൽ അനേകം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിശുദ്ധ പൗലോസ് പഠിപ്പിച്ച അടിസ്ഥാന ഉപദേശങ്ങളെ അവർ ഇനിയും കൈവിട്ടിട്ടില്ല എന്ന കാര്യത്തിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് തുടർന്ന് വരാനിരിക്കുന്ന ക്രമക്കേടുകളെ തിരുത്തുവാൻ അവരെ ഒരുക്കുകയാണ് വിശുദ്ധ പൗലോസ് ഈ വാക്യത്തിലൂടെ ചെയ്യുന്നത്. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. ലോകം എത്ര മാറിയാലും സത്യവേദ പുസ്തകത്തിലെ ഉപദേശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്യരുത്. വചനത്തോട് നാം വിശ്വസ്തരായിരിക്കണം. 2. തിരുത്തലുകൾ നൽകുമ്പോൾ പോലും മറ്റുള്ളവരിലെ നല്ല കാര്യങ്ങളെ ഓർത്ത് പ്രശംസിക്കാൻ വിശുദ്ധ പൗലോസിന്റെ ഈ സമീപനം നമ്മെ പഠിപ്പിക്കുന്നു. നല്ലതിനെ നാം പ്രശംസിക്കണം. 3. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ആത്മീയ ക്രമങ്ങളെ ഭക്തിയോടെ മനസ്സിൽ സൂക്ഷിക്കുകയും അവ പാലിക്കുകയും ചെയ്യുക. സഭാ പ്രമാണങ്ങളെ മാനിക്കുവാൻ നാം പഠിക്കണം. ചുരുക്കത്തിൽ അപ്പോസ്തലിക ഉപദേശങ്ങളും ദൈവിക പ്രമാണങ്ങളും മാറ്റമില്ലാതെ കൈമാറപ്പെടേണ്ട ആത്മീയ നിധികളാണ്. അവയെ സ്നേഹത്തോടെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.